ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി നൽകിയ സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് കടക്കുന്നു. ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവം തനിക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ദൈവജനത്തിനു വേണ്ടി സംസാരിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നീ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായിരിക്കാം, പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിഗളിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ സർവജ്ഞാനിയായ ദൈവം നമ്മുടെ സഹായത്തിനായി നമ്മളോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരും. നിനക്ക് അറിവുകൾ എത്ര ഉണ്ടെങ്കിലും, നിനക്കെത്ര ഉന്നതന്മാരുമായിട്ട് സ്നേഹബന്ധമുണ്ടെങ്കിലും, പണ്ഡിത ശ്രേഷ്ഠന്മാർ നിന്റെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെങ്കിലും, ദൈവവചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 16-ൽ പരം നോബൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ലോകം കണ്ട പ്രമുഖന്മാരായ ശാസ്ത്രജ്ഞരിൽ ഒരുവനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുകയാണ്, ഞാൻ എന്നും ദൈവവചനത്തിൻ്റെ മുൻപിൽ എന്നെ തന്നെ താഴ്ത്താറുണ്ട്. പുതിയത് ചിലത് പഠിക്കാൻ ഞാൻ ദൈവകരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. വാത്സല്യ ദൈവകുഞ്ഞെ, ലോകം കണ്ടതിൽ വെച്ച് ശക്തന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരുവനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറയുവാനിടയായി തീർന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ നിസ്സാരന്മാരാണ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവത്തിൽ ആശ്രയിക്കാൻ. അചഞ്ചലമായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ചഞ്ചലപ്പെട്ടു പോകാനിടയാകരുത്. ഏതു പ്രതികൂലം വന്നാലും ദൈവം എന്നെ സഹായിക്കുമെന്ന ഉറപ്പും ധൈര്യവും നിനക്കുണ്ടാകട്ടെ. സ്വന്തം വിവേകത്തിലൂന്നാതെ ആശ്രയിക്കാതെ ദൈവജ്ഞാനത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവീക വിടുതലുകൾക്ക് വേണ്ടി നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആത്മാവിനെയും നാം സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ സമർപ്പണത്തിൻ്റെ മനോഭാവം തിരിച്ചറിഞ്ഞ് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുവാനിടയായി. വചനം പറയുകയാണ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. കുഞ്ഞേ, നിന്റെ പാതകളിൽ നിനക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ, നിന്റെ വഴികളിൽ നിനക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ, ആ സംശയം നീ ഉറപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ വഴികളിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരം നീ മുൻപോട്ട് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പുകൾക്കും ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അവൻ നിന്റെ പാതകളെ നേരെയാക്കുവാനിടയായിത്തീരും. നീ ഒരു ബിസിനസ്സിന് വേണ്ടി ആഗ്രഹിക്കുകയാണോ? നീ മറ്റെന്തെങ്കിലും തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുകയാണോ? നിന്റെ ജീവിത നിലവാരമൊന്ന് മെച്ചപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുകയാണോ? നിനക്കുള്ള നന്മകളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് അനുഗ്രഹമായി മാറണമെന്ന് നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഈ വചനം നിന്നോട് സംസാരിക്കുകയാണ്. ഈ വചനം നിങ്ങളോട് സംസാരിക്കുകയാണ്. കാരണം സ്വന്തം വിവേകത്തിലൂന്നാതെ ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ വഴികളിൽ, നിന്റെ എല്ലാ വഴികളിലും യേശു കർത്താവിനെ തന്നെ നനച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ യേശു കർത്താവ് നിന്റെ പാതകളെയെല്ലാം നിരപ്പാക്കുവാൻ, നേരെയാക്കുവാൻ ഇടയായി. ഇന്ന് നിന്റെ വഴിയെ
കഷ്ടതയുടെ വഴിയിലാണോ നീ നിൽക്കുന്നത്? ഇന്ന് നീ പ്രതികൂലത്തിൻ്റെ പാതയിലാണോ നിൽക്കുന്നത്? ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണോ? കുഞ്ഞെ, നീ ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ എല്ലാ വഴികളിലും നീ യേശുവിനെ തന്നെ നനച്ചുകൊള്ളുക. ആ യേശു കർത്താവ് നിനക്ക് വേണ്ടി പാതകളെ നേരെയാക്കുവാനിടയായി. ദുർഘടമായതിനെ സമമാക്കി മാറ്റാൻ, വളഞ്ഞതിനെ ചൊവ്വാക്കി മാറ്റാൻ, താഴ്ന്നതിനെ നിരന്നതാക്കാൻ, ഉയർന്നതിനെ താഴ്ത്തിക്കൊണ്ടുവരുവാൻ ആ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തനെയും കൈവിടാത്ത സർവശക്തൻ, തങ്കൽ ആശ്രയിക്കുന്ന ഒരാളെയും തള്ളിക്കളയാത്ത സർവശക്തൻ, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, നിൻ്റെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുത്ത്, അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിച്ചു കൊടുത്ത്, അവരുടെ ഭാവിയെ ഏൽപ്പിച്ചു കൊടുത്ത്, അവരുടെ ജോലിയെ ഏൽപ്പിച്ചു കൊടുത്ത് നീ പ്രാർത്ഥിക്കുക. അവൻ നിൻ്റെ പാതകളെ നിരപ്പാക്കുവാനിടയായിത്തീരും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം ധാരാളമായും സമൃദ്ധിയായും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.